ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതിയതായിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രത്യേകത എന്നറിയാമോ? പിന്നെ നമ്മളുടെ ക്യാരക്ടർ തന്നെ അങ്ങ് മാറുക. ഒരു ദിവസം കൊണ്ടായിരിക്കില്ല, പക്ഷേ നമ്മുടെ ചിന്ത മാറി, നമ്മുടെ പ്രവൃത്തി മാറി, നമ്മുടെ ശീലം മാറി, നമ്മുടെ ക്യാരക്ടർ മാറി. അപ്പോൾ ആ റീജനറേറ്റഡ് ക്യാരക്ടർ ഉണ്ടാകുന്നത് വരെ നമ്മുടെ മനസ്സിൽ ഈ അഹങ്കാരവും ഈ എൻവിയും അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള നമ്മുടെ ജലസിയും അസൂയയും പകയും പിണക്കവും ആഴത്തിൽ കിടക്കുന്നതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അത് മാറ്റിയെടുക്കണം. അപ്പോൾ പ്രലോഭനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമ്പോൾ കൺമോഹത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം, ജഡമോഹത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. എന്ന് തന്നെയല്ല, ജീവനത്തിൻ്റെ പ്രതാപം എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിന് ആ വാക്കിൻ്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനും, അതായത് എന്താണ്, ക്യാരക്ടറിൽ നിന്ന് പോലും നമ്മൾ എന്ത് ചെയ്യണം? വിടുതൽ പ്രാപിക്കണം. അതായത് പഴയ മനുഷ്യനെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ നമ്മൾ ഉരിഞ്ഞു കളയണം എന്നുള്ളതാണ്. ഉരിഞ്ഞു കളയണം. അതിന് താഴോട്ടിറങ്ങി വരുന്നുണ്ട് തീർച്ചയായിട്ടും. ചിന്തയുടെ ലോകത്ത് പ്രലോഭനങ്ങൾ, ചിന്തയുടെ ലോകത്ത് ഞാൻ ഇന്നലെ സമയമില്ലാഞ്ഞതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞില്ല, അതിലേക്ക് നമുക്ക് വരാം. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങൾ നോക്കുക, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ പ്രത്യേകത. ആദ്യം പോൾ പറയാണ്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളത് തന്നെ. എവിടെയുള്ള കോട്ടകൾ? എന്ത് കോട്ട? ഇത് മുഴുവൻ പറയുന്നത് മനസ്സിൻ്റെ കാര്യമാണ്. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ഒറ്റയടിക്ക് വായിക്കുമ്പോൾ നമുക്ക് ഈ കോട്ട ഇടിക്കുക, പൊളിക്കുക, ഇതൊക്കെ ഒത്തിരി പ്രവാചക ഭാഷ പോലൊക്കെ നമുക്കങ്ങ് തോന്നിപ്പോകും അല്ലേ? അതുകൊണ്ട് എന്താണ് കോട്ടകളെ ഇടിപ്പാൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എങ്ങാണ്ട് പോയി ഇടിക്കുന്ന കാര്യമൊക്കെയാണ് നമ്മുടെ മനസ്സിൽ. പക്ഷെ എവിടെയും പോയി ഇടിക്കുന്ന കാര്യമൊന്നും അല്ല ഇവിടെ പറയുന്നത്. വിചാരങ്ങൾ കുടിയിരിക്കുന്നതായ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകൾ എന്ന അർത്ഥത്തിലാണ്. നമ്മുടെ തോട്ട് വേൾഡ്, ആ തോട്ട് വേൾഡ് അവിടെ എന്താണ്? ആ തോട്ട് വേൾഡില് ഞങ്ങൾ സങ്കല്പങ്ങളോട് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇമാജിനേഷൻസ് ആൻഡ് എവറി ഹൈ തിങ് ദാറ്റ് exalteth itself against the knowledge of God. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചയും അതൊക്കെ ഇടിച്ചു കളയുന്നു. അല്ലാതെ നമ്മൾ പോയി ഏതെങ്കിലും അന്യാരാധന നടക്കുന്ന ആരാധനാലയത്തിൻ്റെ മതിലിടിച്ചു കളയാനൊന്നുമല്ല. ആണോ? അതൊന്നുമല്ല ഇവിടെ പറയുന്നത്. ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞിട്ട് ഏത് വിചാരത്തെയും, അവിടെയാണ് എവ്രി തോട്ട്, we make every thought captive to Christ. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് ഞങ്ങൾ പിടിച്ചടക്കുന്നു, അതിനെ അടിമയാക്കുന്നു. അതായത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന വിചാരങ്ങൾ, നമ്മളൊരു ഏത് പ്രവൃത്തി ചെയ്യുന്നതിനും, പാപത്തിൻ്റെ കാര്യം പോട്ടെ, ഏത് പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മുമ്പിൽ 2 വിചാരം വരും. അത് ചെയ്യണോ വേണ്ടായോ, സിനിമ കാണണോ കാണണ്ടായോ. സിനിമ കാണണോ കാണണ്ടായോ എന്ന് തന്നെയല്ല, കാപ്പി കുടിക്കണോ വേണ്ടായോ എന്ന് പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചിന്തിക്കുന്നുണ്ട് ഇല്ലേ? ഒരു വിചാരമുണ്ട്. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, പക്ഷെ കാപ്പി കുടിക്കുകയോ കുടിക്കാതിരിക്കുകയോ അത് നമ്മുടെ ഇഷ്ടം, അതല്ല ഞാൻ പറഞ്ഞത്. കാപ്പി കുടിക്കുകയോ കുടിക്കാതിരിക്കുകയോ ചെയ്യാം, പക്ഷെ കള്ള് കുടിക്കുകയോ കുടിക്കാതിരിക്കുകയോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു ചിന്തയെ ഒന്നുകിൽ പിശാച് പിടിച്ചടക്കും, അല്ലെങ്കിൽ ക്രിസ്തു പിടിച്ചടക്കും. ഇതാണ് ഇവിടുത്തെ പശ്ചാത്തലം. അപ്പോൾ അൺറീജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ദേഹിയാണ് നമുക്കുള്ളതെങ്കിൽ, വീണ്ടും ജനിക്കാത്ത നമ്മുടെ സെൽഫാണ് നമ്മുടെ ദേഹിയെ നയിക്കുന്നതെങ്കിൽ, അത് ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് എത്തുന്നതിന് മുമ്പേ തന്നെ പിശാച് വന്നത് പിടിച്ചടക്കും. ഈ പിശാച് എവിടെ ഇരിക്കുന്നത്? അവിടെ കോട്ട എന്ന് പറയുന്നത്. ഇവിടെ കോട്ട എന്ന് പറയുന്നത് സ്ട്രോങ് ഹോൾഡ് എന്നുള്ള അർത്ഥത്തിലാണ്, ഫോർട്രസ് എന്നുള്ള അർത്ഥത്തിലല്ല. ഒരു സ്ട്രോങ് ഹോൾഡ് എന്ന അർത്ഥത്തിലാണ്. ഒരു സ്ട്രോങ് ഹോൾഡ് ഫോർ അവർ വെപ്പൺ ഓഫ് അവർ വാർഫെയർ ഈസ് നോട്ട് കാർണൽ ബട്ട് മൈറ്റി ത്രൂ ഗാഡ് ഫോർ to the pulling down of the strongholds. സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നതും കോട്ട എന്ന് പറയുന്നത് രണ്ടാണ്. സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നത് മറവിടങ്ങൾ എന്ന അർത്ഥത്തിലാണ്. അതായത് മറഞ്ഞിരിക്കുന്ന സ്ട്രോങ് ഹോൾഡ്സ്, ദുർഗങ്ങൾ. അതായത് നമ്മൾ ഈ കാർഗിൽ യുദ്ധം നടക്കുന്നതായ സമയത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. ഇന്ത്യൻ പട്ടാളം പാകിസ്ഥാൻ പട്ടാളത്തെക്കാൾ എത്രയോ ശക്തമാണ്. എന്നിട്ടും കാർഗിലിൽ ഇന്ത്യൻ പട്ടാളത്തിന് അത്ര പെട്ടെന്നൊന്നും വിജയിക്കാൻ പറ്റിയില്ല. എന്താ കാരണം എന്നറിയാമോ? നമ്മുടെ പട്ടാളക്കാർ
താഴെ നിന്ന് കയറി അങ്ങോട്ട് ചെല്ലുകയാണ്. പക്ഷേ പാകിസ്ഥാൻ പട്ടാളക്കാർ മലയുടെ മുകളിൽ നിൽക്കുകയാണ്. ഈ മലയുടെ മുകളിൽ നിൽക്കുന്ന പാകിസ്ഥാൻ പട്ടാളക്കാർ അവർ കല്ലുകളുടെയും മറ്റും പുറകിൽ ഒളിച്ചിരിക്കുക. അതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് വെടിവെച്ചാൽ അവനെ അത് അറിയത്തൊന്നുമില്ല, അവനെ അത് ഏൽക്കുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഒരു ഒളിവിടമുണ്ട് അവന്. എന്നാൽ അവൻ വന്നിട്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് കല്ലിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് മാറി, കല്ലിൻ്റെ അവിടെ നിന്ന് മാറി താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കല്ലുകളുടെ ഇടയ്ക്കുള്ളതല്ല, നമ്മൾ താഴ്വരയിൽ നിന്ന് കയറി വരിക. നമ്മളെ അവന് കാണാൻ പ്രയാസമൊന്നുമില്ല. നമ്മൾ ഒളിച്ച് കയറുകയല്ല, അവർ ഒളിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതിന് വ്യത്യാസം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ മറവിടങ്ങളിൽ പതിയിരിക്കുന്നതായ, നമ്മൾ അങ്ങനെ ഒരു വാക്ക് മലയാളത്തിൽ തന്നെ ഉണ്ടല്ലോ, പതിയിരിപ്പുകാർ എന്ന് പറയും. പതിയിരിപ്പുകാരുടെ പ്രത്യേകത എന്താണ്? അവന്മാര് എല്ലാവരെയും കാണിച്ചുകൊണ്ടൊന്നുമല്ല, അവന്മാരെന്താണ്, എവിടെയെങ്കിലും മറഞ്ഞാണ് ഇരിക്കുന്നത്. അതായത് ശത്രുവിന് കാണാൻ കഴിയാത്ത നിലയിൽ മറഞ്ഞിരിക്കുന്നതായ പതിയിരിപ്പുകാർ. അപ്പം അവൻ അവിടെ നിന്ന് താഴോട്ട് നോക്കി നമ്മളെ വെടിവെക്കാൻ വളരെ ഈസിയാണ്. കാര്യം നമ്മൾ മറവിടത്തിലല്ല, പക്ഷെ അവർ മറവിടത്തിലാണ്, സ്ട്രോങ് ഹോൾഡിൻ്റെ പുറയിലാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതാണ് ശരിക്കും സ്ട്രോങ് ഹോൾഡ് എന്ന് അവിടെ ഉപയോഗിക്കുന്നതായ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇവനെ പിടിച്ചടക്കണമെങ്കിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ സ്ട്രോങ് ഹോൾഡ്സ് തകർക്കുക എന്നുള്ളതാണ്. ഇതേപോലെ പോൾ ഒരു അനാലജി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും പാപങ്ങളോ ഇഷ്ടങ്ങളോ മോഹങ്ങളോ ബാക്കിയുണ്ടെങ്കിൽ അത് പിശാചിന് പതിയിരിക്കാനുള്ള ഒരു സ്ട്രോങ് ഹോൾഡാണ്. പ്രത്യേകിച്ച് പ്രലോഭനങ്ങളുമായിട്ട് പറയുമ്പോൾ ഏറ്റവും വലിയ സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നത് മോഹമാണ്. നമ്മിൽ ദുർമോഹം ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പിശാചിന് പതുങ്ങിയിരിക്കാൻ എളുപ്പമാണ്. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു? ഒരു വിചാരം വരുമ്പോൾ, ഏതെങ്കിലും ഒരു പ്രവൃത്തിക്ക് മുമ്പ് ഒരു തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ, ദൈവത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കുന്നതിന് മുമ്പ്, അവിടാണ് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും എന്ന് പറയാൻ കാര്യം. ഞാനിപ്പോൾ സ്കൂളിൽ ഫീസ് അടയ്ക്കാനില്ലാത്ത ഒരു കൊച്ചിൻ്റെ വീട്ടിൽ ചെന്നു വയ്ക്കുക. എൻ്റെ കയ്യിൽ ആവശ്യത്തിന് കാശുണ്ട് താൻ. പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിജ്ഞാനം എന്നോട് പറഞ്ഞു, ഇന്ന് ഫീസ് അടച്ചില്ലെങ്കിൽ ഈ കൊച്ചിനെ സ്കൂളിൽ നിന്ന് ഇറക്കി വിടും, അതിന് പരീക്ഷ എഴുതാൻ പറ്റില്ല, നിന്റെ കയ്യിലിരിക്കുന്ന കാശം കൊടുക്കണം മോനെ എന്ന് ദൈവത്തിൻ്റെ പരിജ്ഞാനം പറയും. ഉടനെ ഇതും കൊണ്ട്, ഈ പൈസയും കൊണ്ട് കൊച്ചിന് ഫീസ് അടയ്ക്കണ, അല്ലെങ്കിൽ അതിനുള്ള പൈസയല്ല, ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ വീട്ടിലേക്ക് ഒരു എയർ കണ്ടീഷണർ വാങ്ങിക്കാൻ വെച്ചിരുന്ന കാശാണെന്ന് വെക്കുക. ഞാൻ ഒരു ഉദാഹരണം പറയാണ്. ഞാൻ ഈ പുറയിലിരിക്കുന്ന, എൻ്റെ മോഹത്തിൻ്റെ പുറയിലിരിക്കുന്ന പിശാച് പറയും, അല്ല കൊച്ചിൻ്റെ ഫീസ് അവൻ എവിടെ നിന്നെങ്കിലും അടച്ചോളും, ഈ ചൂട് കാലത്ത് നിനക്കൊരു എയർ കണ്ടീഷണർ ഇല്ലാതെ പറ്റുകയില്ല. കണ്ടോ, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഉയർച്ച കണ്ടോ? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? പോക്കറ്റ് മുറുക്കെ പിടിച്ചോണ്ട് പെതിയെ ഞാൻ ബ്രദറെ പ്രാർത്ഥിക്കാം, സ്തോത്രം എന്നൊക്കെ പറഞ്ഞു വെച്ച് തിരിച്ചു പോരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? എന്നാൽ പോൾ പറയുകയാണ്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. ഈ സ്ട്രോങ് ഹോൾഡ്സ്, എന്നിലെ മോഹത്തിൻ്റെ സ്ട്രോങ് ഹോൾഡിനെയൊക്കെ ഇടിച്ചു കളയാൻ, വലിച്ച് പുള്ളിങ് ഡൗൺ എന്നുള്ള വാക്കാണ്, വലിച്ചു താഴെ അടക്കാൻ. എൻ്റെ മോഹങ്ങളുടെ സ്ട്രോങ് ഹോൾഡ്സിനെയൊക്കെ എന്ത് ചെയ്യണം? പ്രാർത്ഥന കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? വലിച്ചു താഴെ അടക്കണം. താഴെ ഇറക്കി കഴിയുമ്പോൾ പിന്നീട് അവിടെ ഇരുന്നോണ്ട് എൻ്റെ തീരുമാനത്തെ സ്വാധീനിക്കുവാൻ പിശാചിന് കഴിയത്തില്ല. പിന്നെ ദൈവത്തിൻ്റെ പരിജ്ഞാനം ഉയർന്നു വരുമ്പോൾ എൻ്റെ വിചാരത്തെ പിടിച്ചടക്കാൻ സാത്താൻ അവിടെ ഇരിക്കുന്നില്ല. കാര്യം എൻ്റെ മോഹങ്ങളെ ഞാൻ പിടിച്ച് താഴെ ഇളക്കി കളഞ്ഞു. ഞാൻ പറയാൻ കഴിയുന്നുണ്ടല്ലോ. ഇപ്പം ഏകദേശം അതിൻ്റെ പിക്ചർ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അതുകൊണ്ട് ഏത് വിചാരത്തെയും, അതായത് എൻ്റെ ഉള്ളിൽ ഉയർന്നു വരുന്ന ഏത് വിചാരത്തെയും ഇപ്പോൾ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് വേണ്ടി ഞാൻ പിടിച്ചടക്കാൻ കഴിയുന്നു. കാരണം ഉയർന്നു വരുന്ന ഏത് ചിന്തയെയും സ്വാധീനിക്കാൻ പിശാചിൻ്റെ സാന്നിധ്യമില്ലാത്തത് കൊണ്ട്, മോഹങ്ങളില്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? എന്നിലേക്ക് കടന്നു വരുന്ന ഏത് ചിന്തയും ആരുടെ അനുസരണത്തിന് വേണ്ടി എടുക്കപ്പെടുന്നു? ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് വേണ്ടി പിടിച്ചടക്കപ്പെടുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അങ്ങനെ നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുന്നെന്ന് എഴുതിയിരിക്കുന്നത്. എൻ്റെ അനുസരണം പെർഫെക്റ്റ് ആവുകയാണ്. കാരണം ഒരു വിചാരം പോലും ഞാൻ ആർക്ക് വിട്ടുകൊടുത്തില്ല? പിശാചിന് വിട്ടുകൊടുത്തില്ല. എൻ്റെ എല്ലാ വിചാരത്തെയും, അവിടെ എഴുതിയിരിക്കുന്ന വാക്കിനത്, ഏത് വിചാരത്തെയും ക്രിസ്തുവിനോട് അനുസരണത്തിന് വേണ്ടി പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്ന, പക്ഷെ അങ്ങനെ ഒരു വാക്കൊന്നും അല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് എല്ലാ അനുസരണക്കേടിനെയും അനിഹിലേറ്റ് ചെയ്യാനെന്നാണ്. അതായത് അനുസരണക്കേടിൻ്റെ ഒരു കാര്യം ഇല്ലാതെയാക്കാൻ എന്നേ ഉള്ളൂ അവിടുത്തെ അർത്ഥം. അല്ലാതെ അനുസരണം തികയുമ്പോഴത്തേക്ക് നമ്മളെ എല്ലാത്തിനും ഏറ്റവും കൂടി നമ്മൾ ചെയ്ത എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുമെന്നല്ല അവിടുത്തെ അർത്ഥം. അവിടുത്തെ അർത്ഥം ശരിക്കും ഇതാണ്. അതായത് നിങ്ങളുടെ അനുസരണം പൂർണ്ണമാകുമ്പോൾ അനുസരണക്കേടിന് വേണ്ടി ഒരു വിചാരവും ഇല്ലാതെ വണ്ണം, അതായത് എൻ്റെ വിചാരം 100% യേശുവിന് പോവുകയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് കൊടുക്കാനൊന്നുമില്ലല്ലോ. സോ ഇറ്റ് ഈസ് ടോട്ടലി അനിഹിലേറ്റഡ്. അനുസരണക്കേടെന്ന് പറയുന്ന ഒന്നേ ഇല്ലാതെ വരുന്നു.
അനുസരണം മാത്രമേ ഉള്ളൂ. കാര്യം 100%, 100% പെർഫെക്റ്റ് ഒബീഡിയൻസ് ആണ്. അനുസരണക്കേടെന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ലാതെ വരുന്നു. അതാണ് അനിഹിലേറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം. അതാണ് അനുസരണക്കേടെന്ന് പറഞ്ഞൊരു സാധനമില്ല. ഏത് വിചാരവും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് അങ്ങോട്ട് പോകാനായിട്ട് അനുസരണക്കേടിൻ്റെ ഒരു വിചാരം പോലും ഇല്ലാത്ത വണ്ണം നമ്മളുടെ അനുസരണം എന്തായിത്തീരുന്നു? പെർഫെക്റ്റ് ആയിത്തീരുന്നു. നമ്മുടെ ചിന്തകളുടെ ലോകത്ത് നടക്കുന്ന കാര്യമാണിത്. അത് നടക്കണം. അത് നടക്കണമെങ്കിൽ സാത്താൻ്റെ സ്ട്രോങ് ഹോൾസ് നമ്മൾ ഇറക്കിക്കളയണം. സാത്താൻ്റെ സ്ട്രോങ് ഹോളിൽ എന്താണ് പ്രധാനമായിട്ടുള്ളത്? പല കാര്യങ്ങളുണ്ടാകാം. അതിലൊന്ന് മോഹമാണ്, ഒന്ന് അഹങ്കാരമാണ്. പലപ്പോഴും ദൈവം പറയുന്നതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണം നമ്മിൽ ഉയർന്നു നിൽക്കുന്ന അഹങ്കാരമാണ്. ഒരാളെ സേവിക്കുവാനായിട്ട് ദൈവാത്മാവ് ആവശ്യപ്പെടുമ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത, ഞാനെന്തിനാ അവനെ സേവിക്കുന്നത്? ഞാൻ അവനേക്കാൾ കുറഞ്ഞ ആളാണോ? അവന് വേണമെങ്കിൽ എന്നെ സേവിക്കട്ടെ, ഇല്ലേ? ഒരു വ്യക്തിയെ സേവിക്കുവാനുള്ള അവകാശം പോലും അല്ലെങ്കിൽ സ്വാതന്ത്ര്യം പോലും എനിക്കില്ലാതെ വണ്ണം ഞാൻ എന്താണ്? അഹങ്കാരത്തിന് അടിമയായി പോവുകയാണ്. അത് വിശ്വാസികളിലും ശുശ്രൂഷകരിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാവരിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ്, ഹി ഈസ് ലോവർ ദാൻ മീ, ഐ എം ഹയർ ദാൻ ഹിം. എന്നേക്കാൾ ഉയർന്ന ഒരാളാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തോളാം? സേവിച്ചോളാം. പക്ഷെ എന്നേക്കാൾ കുറഞ്ഞ ഒരാളെ എനിക്ക് സേവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാതെ വരുന്നു. എന്തുകൊണ്ട് സ്വാതന്ത്ര്യമില്ല? സ്വാതന്ത്ര്യമല്ല അവിടുത്തെ വിഷയം. എൻ്റെ സോൾ എനിക്ക് നൽകുന്ന ഒരു റോങ് ഇൻഡിക്കേഷനാണ്. യു ആർ ബെറ്റർ ദാൻ ദിസ് പേഴ്സൺ. അതുകൊണ്ടാണ് വേദവസം പറയുന്നത്, ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് നിൽക്കൊള്ളട്ടെ. അങ്ങനെ എല്ലാവരെയും ശ്രേഷ്ഠരെന്ന് നിന്നുകയാണെങ്കിൽ എനിക്ക് സേവിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകത്തില്ല.